ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ മത്സരത്തിൽ ഫ്രാഞ്ചു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് നടത്തിയത്. ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹമാണ് സ്വന്തമാക്കിയത്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ ക്യാപ്റ്റൻ ആയിരുന്ന അഡ്രിയാൻ ലൂണ ഇന്തോനേഷ്യൻ ലീഗിൽ പേഴ്സിക്കെതിരയ്ക്ക് വേണ്ടി കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തി. ഒരു ഗോളും ഒരു അസിസ്റ്റും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടുപേരും ഒരു പട്ടികയിൽ ഇപ്പോൾ ഇടം നേടിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മാച്ച് ഡേയിൽ അഥവാ കഴിഞ്ഞ മാച്ച് വീക്കിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് നേടിയ സൗത്ത് അമേരിക്കൻ താരങ്ങളുടെ ഒരു പട്ടിക ഇപ്പോൾ സോഫ സ്കോർ പുറത്തു വിട്ടിട്ടുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്ത് ഫ്രാഞ്ചു ആണ് ഉള്ളത്. അതേസമയം അഡ്രിയാൻ ലൂണ ഇതിൽ 6ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒന്നാം സ്ഥാനത്ത് ഫ്രാഞ്ച് വരുന്നു. 9.3 ആണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ആയിക്കൊണ്ട് വരുന്നത്. പിന്നീട് അലക്സിസ് മെസ്സിഡോറോ എന്ന ഒരു അർജന്റീൻ താരം വരുന്നു 8.7. അതിനുശേഷം മറ്റിയസ് പലാസിയോസ് എന്ന അർജന്റീൻ താരം വരുന്നു 8.6. പിന്നീട് വിൽമർ ജോർദാൻ 8.4. അതുപോലെ തന്നെ എഡ്വാർഡോ സോസ 8.3. അതിനുശേഷമാണ് അഡ്രിയാൻ ലൂണ വരുന്നത്. 8.3 ആണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ്. പിന്നീട് ഫ്രാൻസിസ്കോ കാൽവോ 8.2. അങ്ങനെ ഒരുപാട് താരങ്ങൾ അതിനുശേഷം വരുന്നു. ഏതായാലും ഒന്നാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ഫ്രാഞ്ചു ആണ്. അതായത് കഴിഞ്ഞ മാച്ച് വീക്കിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് നേടിയ സൗത്ത് അമേരിക്കൻ താരം അത് ഫ്രാഞ്ചു ആണ്. ആ ലിസ്റ്റിൽ തന്നെ ഇടം നേടാൻ ഇപ്പോൾ അഡ്രിയാൻ ലൂണക്കും കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.